എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനു കുര്യൻ. മനു ഗ്രാനൈറ്റ് ഗാലറിയുടെ ഒരു ഹോം സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പുത്തൂരാണ്. തൃശ്ശൂർ പുത്തൂരുള്ള ഡോക്ടർ ഉമേഷിൻ്റെയും വൈഫ് രാജലക്ഷ്മി മാമിൻ്റെയും വീട്ടിലാണ് നിൽക്കുന്നത്. ഒരു വളരെ മോഡേൺ ഔട്ട്ലുക്കാണ് നമുക്ക് വീടിൻ്റെ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം. അതിൻ്റെ നമുക്ക് പില്ലേഴ്സ് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ കാണാം നമ്മൾ സ്റ്റീൽ ഗ്രേ ലെപ്പോത്രയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കജാരിയുടെ 8160 ടൈല് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം വളരെ വിശാലമായിട്ടുള്ളൊരു ഹോളാണ് നമുക്കുള്ളത്. പിന്നെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ആയിട്ട് രണ്ട് സൈഡിൽ ഒരു ഗസ്റ്റ് ലിവിങ്ങും അതുപോലെ നമുക്ക് ഫാമിലി ലിവിങ്ങും വരുന്നുണ്ട്. പിന്നെ നമുക്കിത് 4 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ 2 ബെഡ്റൂം താഴെയും 2 ബെഡ്റൂമും മുകളിലുമാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗസ്റ്റ് ലിവിങ്ങിലാണ്. നമുക്ക് കാണാം വളരെ ഈസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഇവിടെ വാൾ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഗ്രേ ഷെയ്ഡിൽ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗ്രേ ഷെയ്ഡിൽ നമ്മുടെ കൗച്ച് വന്നിട്ടുണ്ട്. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കാർപ്പറ്റിലുള്ള യെല്ലോ സ്ട്രൈപ്സ്, അതുപോലെ പില്ലോത്തെ യെല്ലോ സ്ട്രൈപ്സ് വളരെയധികം നമുക്ക് കാണുമ്പോൾ കണ്ണിന് എന്താ പറയുക നല്ലൊരു കുളിർമയേകുന്ന ഒരു വിഷ്വലാണ്. മൊത്തത്തിലൊരു വളരെ പീസ്ഫുൾ ആയിട്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ലോർഡ് കൃഷ്ണയുടെ നമുക്കൊരു രൂപം നമുക്ക് കല്ലുമ്പോൾ കൊത്തിയിരിക്കുന്നത് തന്നെ കാണാം. അതൊക്കെ വളരെ ഈസ്തെറ്റിക്കലി നോക്കുമ്പോഴും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു സെയിം ടൈലിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് വീട് മൊത്തം വന്നിരിക്കുന്നത്. നമ്മുടെ ലിവിങ് റൂംസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാഷ് ഏരിയ കാണാം. അവിടെ 3D ടൈൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രൊജക്ഷനുള്ള വൈറ്റ് കളർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാം ഇവിടെ എന്താ പറയുക ലോർഡ് ബുദ്ധയുടെ ഒരു പ്രതിമ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു വളരെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള തന്നെ ഒരു മിറർ, അത് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മിറർ തന്നെ വന്നിട്ടുണ്ട്. ഡൈനിങ് റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഡബിൾ ഹൈറ്റ് സീലിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ക്രിസ്റ്റൽ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് എന്താ പറയുക ഷാൻഡലിയർ തന്നെ നമുക്കുണ്ട്. അത് വളരെ വാം ലൈറ്റ് ആണ്. പ്ലസ് അതുപോലെ വളരെയധികം നാച്ചുറലായിട്ടും കുറച്ച് ഗ്രീനറി ഒക്കെ ചേർന്ന് നമുക്കൊരു പാഷ്യോ പോലെ നമുക്ക് പുറത്തേക്ക് കിടക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ലിവിങ് റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കണക്ഷനും ഉണ്ട്. വളരെ മോഡേൺ ആയിട്ടുള്ള ആണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ, ചെയർസ് ആയിക്കോട്ടെ, എല്ലാം വളരെ മോഡേൺ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ കാണുന്നത്. ഒരു വളരെയധികം വൈറ്റ് തീമാണ് വീട് മൊത്തം വരുന്നത്. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ആ ഒരു വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ തന്നെയാണ് കാണാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ വളരെ ഈസി ഓൺ ദ ഐസ് ആണ്. നമുക്ക് കണ്ണൊന്നും ഒട്ടും സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കിച്ചൺ ആയാലും തോന്നും നമുക്ക് കാണാൻ പറ്റും 2x1 സൈസിൽ സബ്വേ പാറ്റേൺ ടൈൽസാണ് നമ്മളിവിടെ വാളിൽ ഫുൾ ഹൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ വരുമ്പോൾ ക്ലീനിങ്ങിനും ഹൈജീനിനും വളരെ നല്ലതാണ്. കാരണം ടൈല് വളരെയധികം പെട്ടെന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കാണാം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നാനോ വൈറ്റ് ആണ്, ക്രിസ്റ്റലൈസ്ഡ് ഗ്ലാസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചിമ്മിനി ഹോബ് എല്ലാം വളരെ ഞാൻ പറഞ്ഞില്ലേ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഈ വീടിൻ്റെ കാണാനുണ്ട്. ആ ഒരേ ടൈല് തന്നെയാണ് നമ്മൾ വീട് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വൺ ഓഫ് ദ മാസ്റ്റർ ബെഡ്റൂംസിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ വലുപ്പം കൂടിയ ഒരു റൂമാണ്, വളരെ സ്പേഷ്യസ് ആണ്. പിന്നെ അതുപോലെ വളരെയധികം ഡിസൈനർ എലമെൻറ്റ്സ് ഈ പറയുകയാണെങ്കിൽ ഈ 1x1 എക്സ്പോസ്ഡ് ആയിട്ടുള്ള ടൈലും അതുപോലെ നമുക്കിവിടെ റൈറ്റിലൊരു ആർട്ട് വർക്കും കാണാം. വുഡിലും നമ്മുടെ ഇതിലും വരുന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കബോർഡ്സൊക്കെ വൈറ്റ് തീം. നമുക്കിവിടെ കാണാം. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽസിൻ്റെ ആണ് നമുക്ക് ഹാൻഡ് റെയിൽസ് വന്നിരിക്കുന്നത്. അതിൽ ഫുള്ളി എന്താ പറയുക പ്ലെയിൻ ഗ്ലാസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതും വളരെ ഈ പറഞ്ഞില്ലേ വീടിനെ മൊത്തം നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെയിം പുറത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീൽ ഗ്രേ ലെപ്പോത്ര തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഗ്രാനൈറ്റ് ആയിട്ട് സ്റ്റെപ്സിന് കാരണം ചെറിയൊരു ഗ്രിപ്പും കിട്ടും. വേറെ കുഴപ്പമില്ല, ആ ഒരു നല്ല പ്ലീസിങ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് വീടിന് കിട്ടുകയാണ് അതിൽ. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം ഒരു വലിയ ഹോൾവേ. 2 ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ ഫ്ലോറിലുള്ള. ഒരു ബെഡ്റൂം നമുക്ക് ഇതാണ്. അപ്പോൾ നമ്മുടെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നമുക്കിവിടെ കാണാം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറ് 2120 സൈസിലുള്ള വുഡൻ ഫ്ലോറിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് വുഡൻ ടൈല്, അതും കജാരി എറ്റേണിറ്റിയുടെ തന്നെയാണ്.
പിന്നെ നമുക്ക് കാണാം ഇവിടെ ഷോ വാളായിട്ട് നമ്മൾ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗോൾഡൻ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ബെഡ്റൂമാണ്. അതുപോലെ എല്ലാ ബാത്റൂമും വളരെ വലുപ്പമുള്ള ബാത്റൂംസാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാത്റൂംസാണ് നമുക്ക് എല്ലാ ബെഡ്റൂംസിനും തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് വളരെയധികം എന്താ പറയുക ഒരു ചില്ലിങ് സ്പേസ് എന്ന് തന്നെ പറയാൻ പറ്റും. ഇതൊരു ബാൽക്കണി ഏരിയ ആണ്, വളരെ രസകരമായിട്ടുള്ളൊരു ഏരിയ, ഫുൾ പച്ചപ്പാണ്. നമുക്കിവിടെ കാണാം, നമുക്കിവിടെ ഒരു ടേബിളും അതുപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അതുപോലെ പിള്ളേരൊക്കെ ആയിട്ടിരുന്ന് എന്താ പറയുക ഗെയിംസ് കളിക്കാനൊക്കെ പറ്റിയ ഏരിയ തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ഹൗസിലത്തെ ബ്യൂട്ടിഫുൾ മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ സാറും നമ്മുടെ മാഡവും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഡോക്ടർ ഉമേഷ്. ഞാനിപ്പോൾ ഇവിടെ തൃശ്ശൂർ ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷമായി. 7 വർഷമായിട്ടുണ്ട്. ഇങ്ങനെ വന്നു, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഇവിടെ സെറ്റിൽ ഡൗൺ ആയത്. അങ്ങനെയാണ് വീട് വെക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ഞാൻ രാജലക്ഷ്മി. ഞങ്ങൾ ബേസിക്കലി കൊല്ലക്കാരാണ്. ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആണ്. ഇവിടെ തൃശ്ശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യാം. യെസ് യെസ് യെസ്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ, അവർക്ക് 2 മക്കളാണുള്ളത്. 2 പേരും ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഒരാൾ +2 കഴിഞ്ഞ് നിൽക്കുന്നു, ഒരാൾ +2 കഴിഞ്ഞു, ഒരാൾ 11th-ലാണ്. ഓക്കെ. അങ്ങനെ നമുക്ക് 4 പേരുള്ള ഒരു ഫാമിലിയാണിത്. എന്തായാലും വീട് വളരെയധികം എന്താ പറയുക ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ ടൈല് മാത്രമാണ്, ഞാൻ ടൈൽസ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പക്ഷെ മൊത്തം ഡിസൈനിങ് കാര്യങ്ങളും മാം പറഞ്ഞു മാമിൻ്റെ ബ്രദറാണ്. അതെ, എൻ്റെ ബ്രദർ, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ചെയ്തതാണ്. ഇന്റീരിയർ ഡിസൈനർ ഇല്ലാണ്ട് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ചെയ്തതാണ് അത്. പക്ഷെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഫിറ്റിങ്സും എവറിത്തിങ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ വെൽ മെയിൻറ്റൈൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നല്ല രീതിയിലുണ്ട്. നമ്മൾ എത്ര നാളായി ഇപ്പോൾ വീട് പണി കഴിഞ്ഞിട്ട്? ഇപ്പോൾ 4 മാസം കഴിയുന്നു. എവറിത്തിങ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കുന്നു. ഞങ്ങൾ വീട് വെക്കാൻ തീരുമാനിച്ചപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് വൈറ്റ് ആൻഡ് ഗ്രേ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കജേരിയുടെ ടൈല് വേണം എന്നുള്ളത് ഞങ്ങൾ എല്ലാവരോടും ആദ്യമേ തീരുമാനിച്ചിരുന്നു. കാര്യം ഞങ്ങൾ പലരോടും സംസാരിച്ചപ്പോൾ കജേരിയ നമുക്ക് കുറച്ച് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ തൃശ്ശൂർ കുറേ കടകൾ കയറി ഇറങ്ങി. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റ് നല്ല സർവീസും തന്നത് ഇങ്ങനെയാണ് മനുവിലെത്തുന്നത്. ഞങ്ങൾ ആദ്യം പോയത് നിങ്ങളുടെ മരത്താക്കര ഷോറൂമിലല്ല, കൊടകരയിലുള്ള, അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ മരത്താക്കരയിലോട്ട് എത്തുന്നത്. എന്തായാലും ടൈലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇന്ന് എനിക്ക് നിങ്ങളുടെ കുറേ സമയം വേസ്റ്റ് ചെയ്യേണ്ടി വന്നു, അത് തന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾക്കും വളരെ സന്തോഷം. യെസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പുതിയ വീടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഹൗസാണ്. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജലക്ഷ്മി മാഡത്തിൻ്റെ ബ്രദർ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഡിസൈനും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം വീട് ഞാൻ പറഞ്ഞില്ലേ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും വീഡിയോസുമായി ഞാൻ വരും. അതുവരെ താങ്ക് യു.